ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പുരസ്കാരങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് 2023 2024 ചില പുരസ്കാരങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓസ്കർ പുരസ്കാരമാണെങ്കിലും പത്മ പുരസ്കാരം ആണെങ്കിലൊക്കെ 2 വർഷത്തെ നമ്മൾ പഠിച്ചിരിക്കണം. 2023 ചോദിക്കാം, PSC 2024 ചോദിക്കാം അല്ലേ. അതൊക്കെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. അപ്പം നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരും, ഇത് 2023 ഏതാണ് 2024 ഏതാണെന്നൊക്കെ ഉള്ളൊരു സംശയം വരും. അപ്പം അങ്ങനെ സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ 2 പുരസ്കാരങ്ങളും ഒരുമിച്ച്, അതായത് 2023 പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളും 2024 പ്രഖ്യാപിച്ചിട്ടുള്ള പുരസ്കാരങ്ങളും ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് കേട്ട് നോക്കാം, നിങ്ങളൊന്ന് പഠിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഓസ്കർ പുരസ്കാരങ്ങളാണ് പറയുന്നത്. ഓസ്കാർ പുരസ്കാരത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് മികച്ച ചിത്രമാണല്ലേ. അപ്പോൾ മികച്ച ചിത്രം 2024 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓപ്പൺ ഹൈമർ എന്നുള്ള ചിത്രത്തിനാണ്. ഓപ്പൺ ഹൈമർ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹൈമറിന് ടോട്ടലായി ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രവും ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രവും 2024 ഓപ്പൺ ഹൈമറാണ്. അപ്പോൾ നമ്മൾക്ക് മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺ ഹൈമർ ആണല്ലേ. അതേപോലെ 2023 അത് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ചിത്രത്തിന്. അപ്പൊ നമ്മൾ സാധാരണ ഒരു മികച്ച ചിത്രം, ഏതെങ്കിലും ഒരു നല്ല പടം, ഇപ്പൊ നമ്മൾ സാധാരണ ഇന്ന് ഈ സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ആവേശമാണല്ലോ നല്ല പടം, എല്ലാവരും കണ്ടില്ലേ? അപ്പൊ നല്ല അടിപൊളി പടമാണല്ലോ. അപ്പൊ അങ്ങനത്തെ നല്ല പടങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ദിവസം തന്നെ, ഓപ്പൺ ചെയ്യുന്ന ദിവസം തന്നെ, അത് ഫസ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുന്ന ദിവസം തന്നെ നല്ല ഹൈ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിൽ നോക്കിയാലും അത് തന്നെയായിരിക്കും അല്ലേ. റീൽസ് എടുത്താണെങ്കിലും ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാലും അല്ല യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഫുള്ള് റീൽസുകളെല്ലാം അതിലത്തെ സോങ്ങുകളും അതിലത്തെ ഭാഗങ്ങളും തന്നെയായിരിക്കും അല്ലേ. അപ്പൊ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഓപ്പൺ ഡേ തന്നെ ഹൈ കളക്ഷൻ കിട്ടും, അവർക്ക് ഓപ്പൺ ഡേ തന്നെ ഹൈ കളക്ഷൻ കിട്ടും. അതിൽ നിന്നും 2024 മികച്ച ചിത്രം എന്ന് പറയുന്നത് ഓപ്പൺ ഹൈമർ ആണ്. ഓപ്പൺ ദിവസം ഹൈ കളക്ഷൻ കിട്ടും. അപ്പോൾ ഓപ്പൺ ഹൈമർ ആണ് 2024 ചിത്രം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ആ ചിത്രങ്ങളായിരിക്കില്ലേ, ആ ചിത്രങ്ങളെ കുറിച്ചുള്ള റിവ്യൂസും അതേപോലെ തന്നെ ആ ചിത്രങ്ങളുടെ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് പലരും റീൽസ് ചെയ്യുന്നതും ഒക്കെ ആയിരിക്കില്ലേ. അപ്പൊ അത് കഴിഞ്ഞാൽ എന്നതിൽ നിന്നും കഴിഞ്ഞ വർഷം 2023 മികച്ച ചിത്രം ലഭിച്ചത് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ളതായിരുന്നു. രണ്ടും കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ പറഞ്ഞ കോഡ് എന്താണ്? മികച്ച ചിത്രമാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ദിവസം തന്നെ ഹൈ കളക്ഷൻ കിട്ടും. ഇനി അത് കഴിഞ്ഞാലും എല്ലായിടത്തും ആ ചിത്രം തന്നെയായിരിക്കും അല്ലേ. നമ്മ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏത് തിയേറ്ററിലാണ് ചെന്നായാലും ആ പടങ്ങളായിരിക്കും അവിടെ ഷോ ഉണ്ടാവുക. അപ്പൊ പിന്നീട് അത് കഴിഞ്ഞാൽ എന്നതിൽ നിന്നും കഴിഞ്ഞ വർഷം എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ചിത്രത്തിനായിരുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് മികച്ച നടനാണ് അല്ലെ. മികച്ച നടൻ. അപ്പൊ മികച്ച നടനായിട്ടൊക്കെ ഉള്ള ഒരു അവാർഡ്, ഓസ്കർ അവാർഡ് പോലുള്ള ഒരു അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ചത്ത് പണിയെടുക്കണം എന്ന് പറയുന്നത് പോലെ അഭിനയിക്കേണ്ടതായിട്ട് വരും അല്ലെ. അഭിനയിക്കേണ്ടതായിട്ട് വരും, അധികം കഷ്ടപ്പെട്ട് അഭിനയിക്കണം. അപ്പൊ നമുക്കറിയാലോ, ആടുജീവിതം കണ്ടു കഴിഞ്ഞാൽ അതിലെ പൃഥ്വിരാജിനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അഭിനയിച്ചിരിക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മികച്ച നടനായിട്ടൊക്കെ ലഭിക്കണമെങ്കിൽ അഭിനയിക്കണം. അതായത് കില്ലിങ്ങും അതുപോലെ മറും, ഈ 2 വാക്കും കൂടി ചേർത്ത് വെച്ചിട്ട്, കില്ലിംഗ് എന്ന വാക്കും മർ എന്ന വാക്കും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കത് കിലിയൻ മർഫി എന്ന് വായിക്കാം. കിലിയൻ മർഫി. കിൽ എന്ന വാക്കും മർ, രണ്ടിന്റെ അർത്ഥം എന്താണ്? മരിക്കുക അല്ലെ. കിൽ എന്ന് വെച്ചാൽ കൊല്ലുക എന്നും മർ എന്ന് വെച്ചാൽ മരിക്കുക എന്നും. അപ്പൊ ഇത് രണ്ടും ചേർത്തിട്ട് കിലിയൻ മർഫി എന്ന നടനാണ് 2024 മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി ഇങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ വെയിലൊക്കെ കണ്ടിട്ട് ആ നടന്മാരുടെ ഫേസ് ഒക്കെ ആകെ ഡള്ളായി പോകില്ലേ. ഇപ്പൊ പൃഥ്വിരാജ് ആണെങ്കിൽ പോലും ശരിക്കും ആടുജീവിതത്തിന് വേണ്ടി അഭിനയിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള പൃഥ്വിരാജിന്റെ കോലം കണ്ടിട്ടുണ്ടോ? അപ്പൊ അതൊക്കെ കഴിയുമ്പോൾ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് അവരുടെ ഫേസ് ഒക്കെ മൊത്തത്തിൽ ഡള്ളായി പോകും അല്ലെ. അപ്പൊ അതിൽ നിന്നും മികച്ച നടൻ കഴിഞ്ഞ വർഷം അല്ലെ, അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ദി വെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബ്രണ്ടൻ ഫ്രേസറിനാണ്. അപ്പൊ ദി വെയിലൊക്കെ കൊണ്ടിട്ട് എന്നാലും ദി വെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബ്രണ്ടൻ ഫ്രേസർ, ഫേസ് ഒക്കെ ആകെ ഡള്ളായി പോകില്ല, അപ്പൊ ബ്രണ്ടൻ ഫ്രേസറിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. രണ്ടും കിട്ടിയോ? ഈ വർഷം 2024 മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ്?
കിലിയൻ മർഫി അല്ലെ, കില്ലിംഗ് ആയിട്ടുള്ള ആക്ടിങ് അല്ലെ, മരിച്ചുകൊണ്ടുള്ള അഭിനയം. അപ്പൊ കിലിയൻ മർഫി എന്ന വ്യക്തിക്കാണ് ഈ വർഷം 2024 മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലെ, ഈ വെയിലൊക്കെ കൊണ്ടിട്ട് അവരുടെ ഫേസ് ഒക്കെ ഡള്ളായി പോകും. അപ്പൊ അത് കഴിഞ്ഞാൽ എന്നതിൽ നിന്നും കഴിഞ്ഞ വർഷം ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത്? ദി വെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആർക്കാണ് ലഭിച്ചത്? ബ്രണ്ടൻ ഫ്രേസർ എന്ന വ്യക്തിക്കാണ് ലഭിച്ചത്. കിട്ടിയില്ലേ? ഇനി അടുത്തത് മികച്ച നടി. മികച്ച നടി എന്ന് പറയുമ്പോൾ ഈ മികച്ച നടിയായിട്ടൊക്കെ അഭിനയിച്ചെന്ന് വെച്ചാൽ ഒരു വളരെ പൂവർ ആയിട്ടുള്ള ഒരു അമ്മയുടെ വേഷമാണ് ഈ മികച്ച നടി കൈകാര്യം ചെയ്തത്. മികച്ച നടി ഒരു വളരെ പൂവർ ആയിട്ടുള്ള ഒരു അമ്മയുടെ വേഷമാണ് കൈകാര്യം ചെയ്തത്. പക്ഷെ ഈ സിനിമയിൽ ഇവര് നല്ല പൂവർ ആയിട്ടുള്ള അമ്മയായിരുന്നു അല്ലെ. പക്ഷെ സിനിമ കഴിഞ്ഞപ്പോഴോ ഇവര് യോ ഒക്കെ പറഞ്ഞു വരുന്ന അല്ലെ, നമ്മ ഇതിനൊക്കെ വരില്ലേ, ഇതിന്റെ പ്രൊമോക്കൊക്കെ വരില്ലേ, പ്രൊമോഷനൊക്കെ വേണ്ടി ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവര് യോ ഒക്കെ പറഞ്ഞു നടക്കുന്ന ഒരു നല്ലൊരു ചെറുപ്പക്കാരി അല്ലെ, യൂത്ത് ആയിട്ടാണ് ഇവര് വന്നത്. ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മികച്ച നടി എന്ന് പറയുമ്പോൾ അവരെന്ത് ഇതാണ് കൈകാര്യം ചെയ്തത്? ഒരു പൂവർ ആയിട്ടുള്ള ഒരു അമ്മയുടെ വേഷമാണ് കൈകാര്യം ചെയ്തത്. ഇനി പൂവർ ആയിട്ടുള്ള അമ്മയാണ് സിനിമയിൽ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ അവർ ഒക്കെ പറഞ്ഞു വരുന്ന ഒരു യൂത്ത് ആയിട്ടാണ് വന്നത്. അപ്പൊ അതിൽ നിന്നും നമുക്ക് ഈ വർഷം 2024 മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് എമ്മ സ്റ്റോൺ ആണ്. അമ്മയുടെ വേഷമല്ലേ, അപ്പൊ അമ്മ എന്നതിൽ നിന്നും എമ്മ സ്റ്റോൺ. അവർ അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് പൂവർ തിങ്സ് ആയിരുന്നു. പൂവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത്. അപ്പൊ പൂവർ ആയിട്ടുള്ള അമ്മ എന്നതിൽ നിന്നും പൂവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എമ്മ സ്റ്റോണിനാണ് ഈ വർഷം 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി സിനിമയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവർ പറയുന്ന നല്ലൊരു യൂത്ത് അല്ലെ, വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ അതിൽ നിന്നും നമുക്ക് കഴിഞ്ഞ വർഷം സിനിമ കഴിഞ്ഞപ്പോൾ എന്നതിലും കഴിഞ്ഞ വർഷം ലഭിച്ചത് മിഷേൽ യോക്കാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. അപ്പൊ യോക്കെ പറയുന്ന നല്ലൊരു ചെറുപ്പക്കാരി, എന്നൊക്കെ പറയാൻ സാധാരണ ചെറുപ്പക്കാരല്ലേ, യൂത്ത് അല്ലേ പറയാ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞാണ് വന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മിഷേൽ യോക്കാണ്. അപ്പൊ ഈ വർഷം 2024 ആർക്കാണ് ലഭിച്ചത്? പൂവർ ആയിട്ടുള്ള അമ്മ അല്ലെ, പൂവർ തിങ് എന്ന പടത്തിലെ അഭിനയത്തിന് എമ്മ സ്റ്റോണിനാണ് ലഭിച്ചത്. ഇനി കഴിഞ്ഞ വർഷം ആർക്കാണ് ലഭിച്ചത്? മിഷേൽ യോക്കാണ് ലഭിച്ചത്. അപ്പൊ ഇത്രയും കിട്ടിയോ? ഇതൊന്ന് പറയട്ടെ. ആദ്യം തന്നെ നമ്മ പറഞ്ഞത് മികച്ച സിനിമ ഈ വർഷം ആർക്കാണ്? നിങ്ങളൊന്ന് ഓർത്തു നോക്കി. മികച്ച സിനിമ ഈ തവണ ലഭിച്ചത് ഓപ്പൺ ഹൈമർ എന്ന പടത്തിനാണ്. കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അല്ലെ, ഓപ്പൺ ദിവസത്തിൽ ഹൈ കളക്ഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെന്താണ്? എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള പടത്തിനാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത് അല്ലെ. അതേപോലെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് വളരെ കില്ലിംഗ് ആയിട്ടുള്ള ആക്ടിംഗ് ഉള്ള ഒരാൾക്കായിരുന്നു അല്ലെ, കിലിയൻ മർഫിക്കാണ്. അദ്ദേഹത്തിന് ഓപ്പൺ ഹൈമർ എന്നുള്ള പടത്തിലെ അഭിനയത്തിന് തന്നെയാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് എടുത്തു പറയാനിത് ഓപ്പൺ ഹൈമർ എന്നുള്ള പടത്തിലെ അഭിനയത്തിനാണ് ലഭിച്ചത്. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? ഈ വെയിലൊക്കെ കണ്ടിട്ട് ഇവരുടെ ഫേസ് ഒക്കെ ആകെ ഡള്ളായി പോകുമല്ലേ. അപ്പൊ കഴിഞ്ഞ വർഷം ലഭിച്ചത് 2023 ലഭിച്ചത് ആർക്കാണ്? ദി വെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബ്രണ്ടൻ ഫ്രേസറിനാണ്. ഫേസ് എന്നതിൽ നിന്നും ബ്രണ്ടൻ ഫ്രേസറിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച നടിയാണെന്നുണ്ടെങ്കിലും മികച്ച നടി എന്ന് പറയുന്നത് പൂവർ ആയിട്ടുള്ള ഒരു അമ്മയുടെ റോൾ ചെയ്ത വ്യക്തിക്കാണല്ലേ ലഭിച്ചത്. അപ്പൊ പൂവർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് എമ്മ സ്റ്റോണിനാണ് ലഭിച്ചത്. ഇനി അത് അവർ കഴിഞ്ഞപ്പോഴോ അവർ വളരെ യൂത്ത് ആയിട്ടുള്ള ഒക്കെ പറഞ്ഞു വരുന്ന ഒരു യൂത്ത് ലേഡി ആയിരുന്നു അല്ലെ. അപ്പൊ അതിൽ നിന്നും നമുക്ക് മിഷേൽ യോക്കാണ് കഴിഞ്ഞ വർഷം, അതായത് 2023 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അതും ഈ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള സിനിമയ്ക്ക് തന്നെ ആയിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മികച്ച സഹനടനും സഹനടിയാണ് പഠിക്കാനുള്ളത്. മികച്ച സഹനടി. അപ്പൊ സഹനടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ മെയിൻ ആക്ടേഴ്സ് അല്ലാത്തവർ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയല്ലേ. അതേപോലെ തന്നെ സഹനടൻ എന്ന് പറഞ്ഞാൽ നടന്റെ ഒപ്പമല്ല, ജസ്റ്റ് ഒന്ന് ഡൗണിലാണ് അല്ലെ, തൊട്ട് താഴെയാണ്. അപ്പൊ അതിൽ നിന്നും ഇത്തവണ നമുക്ക് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് റോബർട്ട് ഡൗണി ജൂനിയറിനാണ്. തൊട്ട് ഡൗണിലുള്ള ആളല്ലേ, ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മൾ പറയുകയും ചെയ്യും. അപ്പൊ അതിൽ നിന്നും റോബർട്ട് ഡൗണി ജൂനിയറിനാണ് ഇത്തവണ 2024 മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ സഹനടനാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും നമ്മുടെ നടന്റെ ഒപ്പം നടക്കും. ഇങ്ങനെ ഒപ്പം നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചോദിക്കും? ഹേയ് കോൻ ഹേ എന്ന് ചോദിക്കും. കാരണം അവർക്ക് നടനല്ലേ അറിയുള്ളൂ, സഹനടനെ മിക്കവർക്ക് അറിയുണ്ടാവില്ലല്ലോ. അപ്പൊ ഈ നടന്റെ ഒപ്പം നടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്ത് ചോദിക്കും? ഹേയ് കോൻ ഹേ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ഇത്തവണ ഈ
ഡൗണി ജൂനിയറിന് ഓപ്പൺ ഹൈമർ, നടന്റെ ഒപ്പല്ലേ നടക്കുക, അതിൽ നിന്നും ഓപ്പൺ ഹൈമർ എന്നുള്ള സിനിമയ്ക്ക് തന്നെയാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി കഴിഞ്ഞ വർഷം, അതാണ് അവിടെ കഴിഞ്ഞാൽ വന്നത്, നടന്റെ ഒപ്പം നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെ, കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ലഭിച്ചത് നമ്മ എന്താണ്, അയാളെ കാണുമ്പോൾ ഹേയ് കോൻ ഹേ എന്നല്ലേ ചോദിക്കാം. അതിൽ നിന്നും മികച്ച സഹനടനുള്ള പുരസ്കാരം കഴിഞ്ഞ വർഷം ലഭിച്ചത് ഹുയ് ക്വാൻ ആണ്. ഹേയ് കോൻ ഹേ എന്ന് ചോദിക്കില്ല, ഒപ്പം നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ കഴിഞ്ഞ വർഷം എന്താണ് ചോദിക്കുക, ഹോയ് കോൻ ഹേ എന്ന് ചോദിക്കും, ഹേയ് കോൻ ഹേ എന്ന് ചോദിക്കില്ലേ, അതിൽ നിന്നും ഹുയ് ക്വാൻ ആണ്. ഹുയ് ക്വാൻ എന്ന വ്യക്തിക്കാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. അതും എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ചിത്രത്തിന് തന്നെയായിരുന്നു. ഇപ്പൊ ഈ വർഷം നമ്മുടെ ഓപ്പൺ ഹൈമർ ആണ് മെയിൻ എങ്കിൽ, കഴിഞ്ഞ വർഷം എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ചിത്രമായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ചതും ആ ചിത്രത്തിന് തന്നെയായിരുന്നു. ഈ വർഷം ഓപ്പൺ ഹൈമറിനാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ചത് അല്ലെ. കഴിഞ്ഞ വർഷമാണെങ്കിൽ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ചിത്രത്തിനാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമ്മുടെ ഇവിടെ സഹനടൻ ലഭിച്ചത് ഓപ്പൺ ഹൈമറിലാണെന്നുണ്ടെങ്കിൽ അവിടെ സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ചിത്രത്തിനായിരുന്നു. അപ്പൊ സഹനടൻ കിട്ടിയോ? അപ്പൊ ഒന്നും കൂടി പറയട്ടെ, സഹനടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്, തൊട്ട് ഡൗണിലാണ് അല്ലെ, നടന്റെ തൊട്ട് ഡൗൺ ആണ്. പിന്നെ നമ്മൾ അയാളെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കും. അതിൽ നിന്ന് നമുക്ക് റോബർട്ട് ഡൗണി ജൂനിയർ ആണ് ഇത്തവണ സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി ഇയാൾ നമ്മുടെ നടന്റെ ഒപ്പം നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചോദിക്കും, ഹേയ് കോൻ ഹേ എന്ന് ചോദിക്കും. കാരണം എല്ലാവർക്കും നടനെ അറിയുള്ളൂ, സഹനടനെ ആർക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ചോദിക്കും ഹേയ് കോൻ ഹേ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ കഴിഞ്ഞാൽ എന്നതിൽ നിന്നും കഴിഞ്ഞ വർഷം ലഭിച്ചത് ഹുയ് കോൻ എന്നുള്ള വ്യക്തിക്കാണ്. അപ്പൊ കിട്ടിയില്ലേ. ഇനി അടുത്തത് മികച്ച സഹനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് സഹനടിയാണല്ലേ, അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഒരു ഡോള് പിടിച്ചാണ് നിൽക്കുന്നത്. സഹനടി എപ്പോഴും ഒരു ഡോള് പിടിച്ചാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അപ്പോൾ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കർട്ടന്റെ പുറകിൽ പോയി നിൽക്കും. കുറച്ചും കൂടി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം സഹനടി. നമുക്ക് ഓടിന് വേണ്ടി പറയുകയാണ്, ഇവരെപ്പോഴും ഒരു ഡോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ, ഈ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അപ്പോൾ അവർ ഏതെങ്കിലും ഒരു കർട്ടന്റെ പുറകിൽ പോയി ഒളിക്കും. അങ്ങനെയാണെന്ന് വിചാരിക്കുക സഹനടി. അപ്പൊ സഹനടിക്കുള്ള പുരസ്കാരം ഇത്തവണ ലഭിച്ചത് നമ്മൾ പറഞ്ഞില്ലേ, ഡോൾ എന്നതിൽ നിന്നും റാൻഡോൾഫ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. മുഴുവൻ പേര് ഡാവിൻ ജോയ് റാൻഡോൾഫ് എന്നാണ്. ആ ഡോൾ എന്നുള്ള വാക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എപ്പോഴും ഒരു ഡോൾ പിടിച്ചല്ലേ നിൽക്കുക. റാൻഡോൾഫ് എന്ന് പറഞ്ഞ നടിക്കാണ് ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? റാൻഡോൾഫ്. ആ ഡോൾ എന്നുള്ള അവിടെ പേരുണ്ടായാൽ മതി. ആ പേരിൽ വേറെ എല്ലാ ഓപ്ഷനിലും ഡോളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കേണ്ട. അപ്പൊ എപ്പോഴും ഒരു ഡോൾ പിടിച്ചാണല്ലേ നിൽക്കുക. അതിൽ നിന്നും റാൻഡോൾഫ് എന്നുള്ള വ്യക്തിക്കാണ് ഇത്തവണ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി ഇവര് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏതെങ്കിലും കർട്ടന്റെ പുറകിൽ പോയി ഒളിക്കൂല. അപ്പൊ കഴിഞ്ഞാൽ എന്നതിൽ നിന്നും കഴിഞ്ഞ വർഷം ഓർക്കാനാണ് ഈ കഴിഞ്ഞാൽ എന്നുള്ള വാക്ക് വെക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഏതെങ്കിലും കർട്ടന്റെ പുറകിൽ പോയി ഒളിക്കൂല. അതിൽ നിന്നും കർട്ടീസ് ജാമിലി കർട്ടീസ് എന്ന വ്യക്തിക്കാണ് കഴിഞ്ഞ തവണ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇത്തവണ ആരാണ് ഡോള് പിടിച്ചു നിൽക്കുന്ന അല്ലെ, ഡോൾഫ് എന്ന് ഡോൾഫാണ്. റാൻഡോൾഫ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ഇത്തവണ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ അല്ലെ, എപ്പോഴും കർട്ടന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അപ്പൊ കർട്ടന്റെ പുറകിൽ പോയി ഒളിക്കില്ലേ, അതിൽ നിന്നും ജാമിലി കർട്ടീസ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇത്രയൊക്കെ ആയില്ല. ഇതിന്റെ ഒപ്പം നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് സംവിധായകൻ കൂടി പഠിക്കണം. സംവിധായകനെയും കൂടി നമ്മൾ പഠിച്ചേക്കണം. അപ്പൊ സംവിധായകൻ ഇത്ര നല്ല, നമുക്കറിയാലോ ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ പോലെ ഇത്രയും 7 അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടി ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം നോളജ് ഉണ്ടായിരിക്കും അല്ലെ, വളരെയധികം നോളജ് ഉള്ള വ്യക്തിയായിരിക്കും. ഓപ്പൺ ഹൈമർ പോലൊരു പടമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഡയറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സംവിധാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല നോളജ് തന്നെ വേണം എന്നതിൽ നമുക്ക് ക്രിസ്റ്റഫർ നോളൻ എന്ന വ്യക്തിക്കാണ് ഇത്തവണ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി കഴിഞ്ഞ തവണയാണെന്നുണ്ടെങ്കിൽ ഡാനിയൽ ബ്രദേഴ്സിനാണ് ലഭിച്ചത്. അതായത് ഇത്ര നല്ല, കഴിഞ്ഞ തവണ ഏത് സിനിമയ്ക്കാണ് ലഭിച്ചത്? എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ഫിലിമിനാണ് ലഭിച്ചത് അല്ലെ. അപ്പൊ ഇത്ര നല്ലൊരു സിനിമ ഒറ്റയ്ക്ക്, ഇവിടെ നമ്മൾ വളരെ നോളജ് ഉള്ളത് കൊണ്ട് ക്രിസ്റ്റഫർ നോളൻ ഒറ്റയടിക്ക് ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂ, അയാൾ ചെയ്തെടുത്തു. പക്ഷേ ഈ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള സിനിമ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രണ്ട് പേര് ചേർന്നിട്ടാണ് ചെയ്തത്. ഡാനിയൽ ബ്രദേഴ്സ് ആണ് ചെയ്തത്. ഒരാളുടെ പേര് ഡാനിയൽ കോൻ എന്നുള്ളതും മറ്റാളുടെ പേര് ഡാനിയൽ ഷീനർട്ട് എന്നുള്ളതാണ്. ഡാനിയൽ കോനും ഡാനിയൽ ഷീനർട്ടുമാണ്. അപ്പൊ ഇത്തവണ ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത്? ക്രിസ്റ്റഫർ നോളൻ ആണ്. അയാൾക്ക് നല്ല നോളജ് ഉള്ളതുകൊണ്ട് അയാൾ ഒറ്റയ്ക്ക് ചെയ്തു. ഇനി കഴിഞ്ഞ തവണ ലഭിച്ചത് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള ഫിലിമിന്റെ ഡയറക്ടേഴ്സായ
ഡാനിയൽ ബ്രദേഴ്സിനാണ്. അത് ഇത്ര നല്ല സിനിമയല്ലേ, അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ചെയ്തു. ഡാനിയൽ ക്വാനും ഡാനിയൽ ഷീനട്ടും കൂടിയാണ് ചെയ്തത്. അപ്പൊ ഇത് രണ്ടും പഠിച്ചില്ലേ. ഇനി നമുക്ക് ഇതിലെ ഇതിന്റെ ഇന്ത്യൻ സിനിമകളുടെ സാന്നിധ്യം പഠിക്കണം. ഓസ്കാർ അവാർഡിൽ ഇന്ത്യൻ സിനിമകളുടെ സാന്നിധ്യം പഠിക്കണം. ഓസ്കാർ ഫിലിം അവാർഡിൽ ഇന്ത്യൻ സിനിമകൾക്ക് എവിടെയൊക്കെ സ്ഥാനമുണ്ടെന്ന് പഠിക്കണം. 2023 നമുക്ക് അത്യാവശ്യം സ്ഥാനം കിട്ടിയിരുന്നു, അതുകൊണ്ട് അത് പഠിക്കാനുണ്ട്. പക്ഷെ 2024 വലിയ സാന്നിധ്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. 2023 നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താണ് മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള പുരസ്കാരം ഏതിനാണ്? നാട്ടു നാട്ടു എന്നുള്ള സോങ്ങിന് അല്ലെ. നാട്ടു നാട്ടു എന്നുള്ള സോങ്ങിന് അതിന്റെ കീരവാണിയും ചന്ദ്രബോസും. കീരവാണിയാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത്. മറ്റേ ചന്ദ്രബോസ് ആണ് അതിന്റെ വരികൾ എഴുതിയതല്ലേ. അപ്പൊ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കീരവാണിയും ചന്ദ്രബോസും ചേർന്നിട്ടാണ്. മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള പുരസ്കാരം നാട്ടു നാട്ടു എന്ന സോങ്ങിനാണ് ലഭിച്ചത്. ഏത് പടത്തിലാണെന്ന് അറിയാലോ, RRR എന്ന സിനിമയിലാണ്. ഇനി അതേപോലെ തന്നെ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം, ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം അല്ല, ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം കാറ്റഗറിയിൽ എലഫന്റ് വിസ്പേഴ്സ് എന്ന പടത്തിനും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എലഫന്റ് വിസ്പേഴ്സ് എന്നുള്ള പടത്തിനും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ എലഫന്റ് വിസ്പേഴ്സ് എന്നുള്ള പടത്തിനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് 2023 നമുക്ക് ലഭിച്ചത്. 2024 നമുക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാൻ ഒന്നും തന്നെ ഇല്ല. 2024 ഓസ്കർ പുരസ്കാരത്തിലെ ഇന്ത്യയുടെ സാന്നിധ്യം എന്ന് പറയാനുള്ളത് ടു കിൽ എ ടൈഗർ എന്നുള്ളൊരു ഡോക്യുമെന്ററിയാണ്. ടു കിൽ എ ടൈഗർ എന്നുള്ളൊരു ഹിന്ദി കനേഡിയൻ ഡോക്യുമെന്ററി. അത് എടുത്തിട്ടുള്ളത് ഇന്ത്യൻ വംശജയായിട്ടുള്ള ഒരു കനേഡിയൻ സംവിധായികയാണ്. അവരുടെ പേര് നിഷ പൗജ. നിഷ പൗജ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ വംശജയായിട്ടുള്ള കനേഡിയൻ സംവിധായിക എടുത്തിട്ടുള്ള ഹിന്ദി കനേഡിയൻ ഡോക്യുമെന്ററി ആയിട്ടുള്ള ടു കിൽ എ ടൈഗർ എന്നുള്ള ഒരു ഡോക്യുമെന്ററിയാണ് ഈ ഓസ്കാർ ഇതിലെ സാന്നിധ്യം, ഇന്ത്യയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇത് മത്സരിച്ചത് ഏത് വിഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിലാണ്. നമുക്ക് കഴിഞ്ഞ തവണ ഓസ്കർ പുരസ്കാരം എലഫന്റ് വിസ്പേഴ്സിന് കിട്ടിയത് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്നുള്ള വിഭാഗത്തിനായിരുന്നു. ഇത് മത്സരിച്ചത് ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിലാണ് മത്സരിച്ചു എന്നേ ഉള്ളൂ. ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിൽ മത്സരിച്ചത് ഏതാണ്? ടു കിൽ എ ടൈഗർ എന്നുള്ള ഡോക്യുമെന്ററിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജാർഖണ്ഡിൽ കൂട്ടബലാത്സംഗത്തിനിരയായ 13കാരിയായ മകൾക്ക് നീതിക്ക് വേണ്ടി കർഷകനായ പിതാവ് നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ടു കിൽ എ ടൈഗർ. അപ്പൊ ടു കിൽ എ ടൈഗർ എന്നുള്ളത് എന്തിന്റെ കഥയാണ് പറയുന്നത്? ജാർഖണ്ഡിൽ കൂട്ടബലാത്സംഗത്തിനിരയായ 13കാരിയായ മകൾക്ക് നീതി തേടിയുള്ള കർഷകനായ പിതാവ് നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ജാർഖണ്ഡിലെ കൂട്ടബലാത്സംഗത്തിനിരയായ 13കാരിയായ മകൾക്ക് നീതി തേടി കർഷകനായ പിതാവ് നടത്തുന്ന പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ ഡോക്യുമെന്ററി ഏതെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ഈ ഡോക്യുമെന്ററിക്ക് എന്താണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കും. കാരണം എന്താണ്, നമ്മുടെ ഓസ്കർ പുരസ്കാരത്തിൽ അത് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വിഭാഗത്തിലാണ് മത്സരിച്ചത്? ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിലാണ് മത്സരിച്ചത്. ഡോക്യുമെന്ററിയുടെ പേരെന്താണ്? ടു കിൽ എ ടൈഗർ എന്നുള്ളതാണ്. അതും കൂടിയും ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതില് PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. 2024 ആകുമ്പോൾ കുറച്ചും കൂടിയും എക്സ്ട്രാ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പൊ കാണിക്കുന്നതെന്ന് പറയുന്നത് PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോട്ടാണ്. ഇതിലധികം കാര്യങ്ങളൊന്നും തന്നെയില്ല. പക്ഷെ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2 PDF കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതൊന്നും കൂടി എഴുതിയെടുത്തിട്ട് അതും കൂടി നിങ്ങൾ ചേർത്ത് പഠിച്ചു വെക്കണം. തീർച്ചയായും പഠിച്ചു വെക്കണം, പഠിച്ചു വെക്കാതിരിക്കരുത്. ഇപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് PSC ബുള്ളറ്റിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും തെറ്റിപ്പോകരുത്. 2024 ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഛായാഗ്രഹണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കൂടി പഠിച്ചു വെക്കണം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പത്മ പുരസ്കാരങ്ങളാണ്. അത് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, അതേപോലെ പത്മശ്രീ, അതും ഇതേപോലെ തന്നെ 2023 2024 കമ്പയർ ചെയ്താണ് പറയുന്നത്. പത്മവിഭൂഷണാണ് ഏറ്റവും ഉയർന്ന അവാർഡ്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പിന്നെ പത്മശ്രീ. അതിൽ ഈ പത്മവിഭൂഷൺ കഴിഞ്ഞ തവണ 6 പേർക്കും ഇത്തവണ 5 പേർക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ 2023 6 പേർക്കും ഇത്തവണ 5 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് പേർക്കേ ലഭിക്കുന്നുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരുടെ പേരും പഠിച്ചു വെക്കണം. 6 പേരെ പേരും, കഴിഞ്ഞ വർഷത്തെ 6 പേരെ പേരും, ഇത്തവണത്തെ 5 പേരെ പേരും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കല്യാണരാമൻ സിനിമയുണ്ടല്ലോ, കല്യാണരാമൻ സിനിമയിൽ ആ സ്റ്റോറി ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഓർത്താൽ മതി, നമുക്കത് പഠിക്കാൻ സാധിക്കും. കല്യാണരാമൻ സിനിമയിലെ നായകൻ ആരാണ്? ദിലീപാണ് അല്ലെ നായകൻ. അതിൽ ദിലീപ് നമുക്കറിയാലോ നവ്യ നായരുമായിട്ട് ഇഷ്ടത്തിലാണ്. അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്താണ് നവ്യ നായരുടെ ചേച്ചിയായിട്ടുള്ള ജ്യോതിർമയി മരണം സംഭവിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ എന്താണ്, ഇവർക്ക് വലിയ ദോഷമുണ്ട്, ഇവർ കുടുംബപരമായിട്ട് വലിയ ദോഷമുണ്ട്.
അതുകൊണ്ട് വളരെ യാതനകളൊക്കെ അനുഭവിക്കേണ്ടി വരും, മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ. അതിന്റെ സൈനുകളായിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഈ മരണമൊക്കെ എന്താണ്, ഇവരൊരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല എന്നതിന്റെ സൈനാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നു. എങ്കിലും പിന്നെ അവസാനം അവർ വിവാഹം കഴിക്കുന്നുണ്ട് അല്ലേ. അവസാനം നമ്മൾ കാണുമ്പോൾ, ആ സിനിമ അവസാനിക്കുമ്പോൾ രണ്ടുപേരും കൂടിയും വയസ്സായിട്ട് വന്നിട്ട് പുഴയിൽ ദീപങ്ങൾ ഒഴുക്കുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഈ സ്റ്റോറി നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഉണ്ടായാൽ മതി, നമുക്കിത് പഠിക്കാൻ സാധിക്കും. ഇതിൽ ആദ്യം തന്നെ പഠിക്കുന്ന പേരെന്ന് പറയുന്നത് ദിലീപ് മഹൽനോബിസ് ആണ്. ORSന്റെ പിതാവായിട്ടുള്ള ദിലീപ് മഹൽനോബിസിനാണ് 2023 പത്മവിഭൂഷൺ ലഭിച്ച ഒരു വ്യക്തി. ആരാണ്? ദിലീപ് മഹൽനോബിസ്. ഇനി എന്താണ്, ദിലീപിന് ഒരുപാട് ദോഷങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം കഴിച്ചാൽ ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വരും, മരണം വരെ സംഭവിക്കാം എന്ന് പറയുന്നു അല്ലെ. ഒരുപാട് ദോഷമുണ്ട് എന്നതിൽ നിന്നും ബാലകൃഷ്ണ ദോഷിക്കാണ് മറ്റൊരു വ്യക്തി. പത്മവിഭൂഷൺ ലഭിച്ച മറ്റൊരു വ്യക്തി ആരാണ്? ബാലകൃഷ്ണ ദോഷിയാണ്. ഇനി വിവാഹം കഴിച്ചാൽ എന്താണ്, ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വരും, മരണം വരെ സംഭവിക്കാം അല്ലെ. അപ്പൊ യാതനകൾ അനുഭവിക്കേണ്ടി വരും എന്നതിൽ നിന്ന് മുലായം സിംഗ് യാദവ് ആണ് മറ്റൊരു വ്യക്തി. ഈ ബാലകൃഷ്ണ ദോഷിക്കും അതേപോലെ മുലായം സിംഗ് യാദവിനും മരണാനന്തരമാണ് പുരസ്കാരം ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ചത് മരണാനന്തരമാണ്. അതുകൊണ്ടാണ് ഒരുപാട് ദോഷങ്ങളുണ്ട്, ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, മരണം വരെ സംഭവിക്കാം അല്ലെ. അതിൽ നിന്നും ബാലകൃഷ്ണ ദോഷി അതേപോലെ തന്നെ മുലായം സിംഗ് യാദവ് രണ്ടുപേർക്കും മരണാനന്തരമാണ് ലഭിച്ചത്. ഇതിൽ ബാലകൃഷ്ണ ദോഷി എന്ന് പറയുന്നത് വാസ്തുശില്പിയാണ്. ബാലകൃഷ്ണ ദോഷി ആരാണ്? വാസ്തുശില്പിയാണ്. അപ്പൊ ഈ ദോഷങ്ങളൊക്കെ നമ്മൾ സാധാരണ വാസ്തുശില്പവുമായി ബന്ധപ്പെട്ട് അല്ലെ, വാസ്തുവിൽ ദോഷങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമല്ലേ, അതിൽ നിന്നും ബാലകൃഷ്ണ ദോഷി എന്ന് പറയുന്നത് വാസ്തുശില്പിയാണെന്ന് ഓർക്കാം. അതേപോലെ മുലായം സിംഗ് യാദവ്, അതറിയാലോ നമുക്ക്. മുലായം സിംഗ് യാദവ് എന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, പ്രതിരോധ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് മുലായം സിംഗ് യാദവ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ പണിക്കര് പറയുന്നുണ്ട്, ഈ കാണുന്ന സൈനുകളല്ലാതും ഇതിന്റെ ലക്ഷണങ്ങളാണ് അല്ലെ. ഇവന്റെ അമ്മയാണെങ്കിലും മുത്തശ്ശിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചേട്ടന്റെ ഭാര്യയാണെങ്കിലും മരിച്ചതെല്ലാം ഇതിന്റെ സൈനുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സൈൻ എന്നതിൽ നിന്നും സക്കീർ ഹുസൈൻ, തബല വിദ്വാനായിട്ടുള്ള സക്കീർ ഹുസൈനാണ് മറ്റൊരു വ്യക്തി. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടി അവസാനം അവർ വിവാഹം കഴിച്ചില്ല. അതെന്തുകൊണ്ടാണ്? കൃഷ്ണന്റെ വരദാനം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക്. കാരണം നമ്മൾ നവ്യ നായർ മറ്റൊരു സിനിമയിൽ, നന്ദനം സിനിമയിൽ കൃഷ്ണന്റെ വരദൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയല്ല. അതിൽ നിന്നും കൃഷ്ണന്റെ വരദാനം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കൃഷ്ണ എന്നതിൽ നിന്നും SM കൃഷ്ണ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയാണ്. അതേപോലെ വരം എന്നതിൽ നിന്നും ശ്രീനിവാസ വരദൻ എന്നുള്ളത് മറ്റൊരു വ്യക്തി. അപ്പൊ 6 പേര് നമ്മൾ പറഞ്ഞു. ഇതിൽ SM കൃഷ്ണ എന്ന് പറഞ്ഞത് കർണാടക മുൻ മുഖ്യമന്ത്രിയായിരുന്നു. കർണാടക മുൻ മുഖ്യമന്ത്രിയാണ് SM കൃഷ്ണ എന്നുള്ളത്. അതേപോലെ ശ്രീനിവാസ വരദൻ, നമ്മൾ ശ്രീനിവാസ രാമാനുജനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ശ്രീനിവാസ വരദൻ എന്ന് പറയുന്നത് ഗണിത ശാസ്ത്രജ്ഞനുമാണ്. അപ്പൊ കഴിഞ്ഞ വർഷം 2023 പത്മവിഭൂഷൺ ലഭിച്ച 6 പേരുകൾ നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ദിലീപ് മഹൽനോബിസ് ആണ്, ORSന്റെ പിതാവായിട്ടുള്ള ദിലീപ് മഹൽനോബിസ് അല്ലെ. നമ്മൾ കല്യാണരാമൻ സിനിമയിലെ കഥയാണ് പറയുന്നത്. അപ്പൊ ദിലീപാണ് നായകൻ, ദിലീപ് മഹൽനോബിസ്. അവന് കല്യാണരാമൻ അല്ലെ, ദിലീപിന് വിവാഹം കഴിക്കാൻ സാധിക്കില്ല, കാരണം ഒരുപാട് ദോഷമുള്ളത് കൊണ്ട് വിവാഹം കഴിച്ചാലും ഒരുപാട് യാതനകളൊക്കെ അനുഭവിക്കേണ്ടി വരും, മരണം വരെ സംഭവിക്കും അല്ലെ. അതിൽ നിന്നും ബാലകൃഷ്ണ ദോഷി എന്ന് പറയുന്നത് വാസ്തുശില്പിയാണ്. മുലായം സിംഗ് യാദവ് എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രിയാണ്. അതേപോലെ തന്നെ ഇതിന്റെ സൈനാണ് ഈ കാണിക്കുന്നത്, ഈ ദോഷത്തിന്റെ സൈനാണ് ഇതൊക്കെ കാണിക്കുന്നത്. ആ സൈൻ എന്നതിൽ നിന്നും സക്കീർ ഹുസൈൻ തബല വിദ്വാനാണ്. സക്കീർ ഹുസൈനും പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമ്മുടെ ഈ ബാലകൃഷ്ണ ദോഷിക്കും മുലായം സിംഗ് യാദവിനും മരണാനന്തരമാണ് ലഭിച്ചത്. ഇനി ഇവർക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചില്ല, ഇത്രയൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും വിവാഹം കഴിക്കാൻ സാധിച്ചത് കൃഷ്ണന്റെ വരം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ SM കൃഷ്ണ എന്ന് പറയുന്നത് മുൻ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള SM കൃഷ്ണയ്ക്കും അതേപോലെ ശ്രീനിവാസ വരം ലഭിച്ചു എന്നതിനും ശ്രീനിവാസ വരദൻ, ഗണിത ശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്രീനിവാസ വരദനുമാണ് കഴിഞ്ഞ തവണ 2023 എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചത്. ഇനി നമ്മൾ പറയുന്നത് ഇത്തവണ ലഭിച്ചവരാണ്, 2024 പത്മവിഭൂഷൺ ലഭിച്ചവരാണ് പറയുന്നത്. അപ്പൊ ഈ കഥയുടെ തന്നെ ബാക്കിയാണ് പറയുന്നത്. ഇപ്പൊ കൃഷ്ണന്റെ വരം കിട്ടി നിൽക്കുന്നുണ്ടല്ലേ. ഇനി അവർക്ക് കൃഷ്ണന്റെ വരം മാത്രമല്ല കിട്ടിയിട്ടുള്ളത്, 2 പേരെയും കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ശിവന്റെയും പിന്നെ ഒന്ന് സുബ്രഹ്മണ്യന്റെയും. അപ്പൊ ശിവന്റെ വരമാണ് ലഭിച്ചത്, ശിവന്റെ വരപ്രസാദം ലഭിച്ചിരിക്കുന്നു. ശിവശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശിവൻ തന്നെയാണല്ലേ. ശിവശങ്കരന്റെ വരപ്രസാദം കിട്ടിയിരിക്കുന്നു. എന്താണ്? ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്നുള്ള വരപ്രസാദമാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നും ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ അറിയാലോ, തെലുങ്ക് നടനാണല്ലേ ചിരഞ്ജീവി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് ശിവശങ്കര വരപ്രസാദ്. യഥാർത്ഥ ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൊനിഡേല
ശിവശങ്കര, കൊനിഡല ശിവശങ്കര വരപ്രസാദ് എന്നാണ് യഥാർത്ഥ നാമം. പലപ്പോഴും PSC പലരുടെയും യഥാർത്ഥ ഫുൾ നാമങ്ങൾ ചോദിക്കാറുണ്ട്. രജനീകാന്ത്, സോണിയാഗാന്ധി, അതേപോലെ മദർ തെരേസ, അങ്ങനെ പലരുടെയും യഥാർത്ഥ നാമം എന്തെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ചിരഞ്ജീവിയുടെ നാമം ഒന്ന് യഥാർത്ഥ നാമം പഠിച്ചു വെക്കുക. കാരണം ഇപ്പോൾ പത്മവിഭൂഷൺ കൂടി ലഭിച്ചിട്ടുള്ളതല്ലേ. എന്താണ്? കൊനിഡല ശിവശങ്കര വരപ്രസാദ്. അതെന്ന് പറഞ്ഞാൽ ശിവന്റെ വരപ്രസാദം ലഭിച്ചൂലെ. എന്താണ് ലഭിച്ചത്? ചിരഞ്ജീവി ആയിരിക്കട്ടെ. അപ്പൊ ചിരഞ്ജീവിയുടെ യഥാർത്ഥ നാമം കൊനിഡല ശിവശങ്കര വരപ്രസാദ്. ആ ശിവശങ്കര വരപ്രസാദ് ഓർമ്മയുണ്ടായാൽ മതി. അദ്ദേഹം തെലുങ്ക് സിനിമാ നടനാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനി എന്താണ് വരം ലഭിച്ചു? ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്നുള്ള വരം ലഭിച്ചു. ഇനി ഒരാളുടെയും കൂടി വരം ലഭിച്ചിട്ടുണ്ടല്ലോ. ആരെയാണ്? സുബ്രഹ്മണ്യ സ്വാമിയുടെ വരം ലഭിച്ചിട്ടുണ്ട് അല്ലെ. ശിവനും സുബ്രഹ്മണ്യനും മാത്രമല്ല, നിങ്ങൾ ഇത്തവണത്തെ പത്മവിഭൂഷൺ ലഭിച്ച എല്ലാവരുടെ പേര് നോക്കിയാൽ അറിയാൻ സാധിക്കും. അതിലൊക്കെ നമ്മളുടെ പുരാണവുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ ഉണ്ടായിരിക്കും. ഒന്ന് നമ്മൾ പറഞ്ഞില്ലേ, പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. അതേപോലെ നമ്മൾ ചിരഞ്ജീവിയുടെ യഥാർത്ഥ നാമം ശിവശങ്കര വരപ്രസാദ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ശിവശങ്കരൻ വരുന്നുണ്ട്. അതേപോലെ വൈജയന്തി മാല ബാലി, അവിടെ ബാലി വരുന്നുണ്ട്. ബാലിനെയും സുഗ്രീവനെയും നിങ്ങൾക്ക് അറിയാലോ. ബാലി എന്ന് പറഞ്ഞതും നമ്മുടെ പുരാണങ്ങളിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് അല്ലെ, ബാലി. പിന്നെ അതുപോലെ ബിന്ദേശ്വർ പാഠക്. ബിന്ദേശ്വർ എന്ന് പറയുമ്പോഴും അവിടെ ഈശ്വർ വരുന്നുണ്ട് അല്ലെ, ഈശ്വർ വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് ഈശ്വർ, ബിന്ദേശ്വർ, പിന്നൊന്ന് ബാലി, പിന്നൊന്ന് സുബ്രഹ്മണ്യൻ, പിന്നൊന്ന് ശിവശങ്കരൻ അല്ലെ. പിന്നെ ആകെ ഒരു പേരും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ, വെങ്കയ്യ നായിഡു. വെങ്കയ്യ നായിഡു. അപ്പൊ ഇപ്രാവശ്യത്തെ പത്മവിഭൂഷൺ പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കോഡുകൾ നിങ്ങൾ വേറൊരു സെൻസിൽ എടുക്കരുത്. ഞാനിപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദു ദൈവങ്ങളുടെ പേര് പറയുന്നു എന്നല്ല, നമുക്കത് ഓർത്ത് നിൽക്കണം. അതിനുവേണ്ടി പറയുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് തന്നെ ശിവനെ പറഞ്ഞു അല്ലെ, ശിവശങ്കര വരപ്രസാദ്. ശിവശങ്കര വരപ്രസാദ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ചിരഞ്ജീവിയുടെ യഥാർത്ഥ നാമമാണ്. രണ്ടാമത് സുബ്രഹ്മണ്യനാണ് പറഞ്ഞത്. അത് പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. ഭരതനാട്യം. ഈ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് നമുക്കറിയാലോ, പഴനിയിലാണ് ഇരിക്കുന്നത് അല്ലെ. തമിഴ്നാട്ടിലെ പഴനിയിൽ ഇരിക്കുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാടുകാരിയായിട്ടുള്ള പത്മ സുബ്രഹ്മണ്യം. പിന്നെ അതേപോലെ വൈജയന്തി മാല ബാലി. വൈജയന്തി മാല ബാലി വരുന്നത്. അപ്പൊ അവര് തമിഴ്നാടുകാരി തന്നെയാണ്, നർത്തകിയും. അതേപോലെ തന്നെ അവര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അഭിനേത്രിയാണ്, പാർലമെന്റേറിയൻ ആണ്. അങ്ങനത്തെ കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അടുത്ത നമ്മൾ പറഞ്ഞത് ബിന്ദേശ്വർ പാഠക്. അവിടെ ഈശ്വർ വരുന്നുണ്ട്. ബിന്ദേശ്വർ പാഠക്. ബിന്ദേശ്വർ പഥക് സാമൂഹിക സേവനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ബീഹാറുകാരനാണ്. സാമൂഹിക സേവനമാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതല്ലാതെ പഠിക്കാനുള്ള ഒരാളെന്ന് പറയുന്നത് വെങ്കയ്യ നായിഡു ആണ്. വെങ്കയ്യ നായിഡു നമുക്ക് എല്ലാവർക്കും പരിചിതനായിരിക്കും അല്ലെ. കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഉപരാഷ്ട്രപതിയായിരുന്നു. അതായത് ഇന്ത്യയുടെ 13ാമത്തെ ഉപരാഷ്ട്രപതിയാണ് വെങ്കയ്യ നായിഡു. അപ്പൊ ഇത്തവണ ഈ നമ്മുടെ പത്മവിഭൂഷൺ ലഭിച്ചവരുടെ പേര് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓർത്തു നോക്കി. ആദ്യം ശിവൻ, പിന്നെ സുബ്രഹ്മണ്യൻ, പിന്നെ ആരാണ്? ബാലി, പിന്നെ ഈശ്വരൻ. 4 പേര് കിട്ടിയില്ലേ. ശിവൻ, സുബ്രഹ്മണ്യൻ, ബാലി, ഈശ്വരൻ അല്ലെ. ശിവൻ എന്ന് പറയുമ്പോൾ ശിവശങ്കര വരപ്രസാദ്, അത് ചിരഞ്ജീവിയാണ്. പിന്നെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞത് പത്മ സുബ്രഹ്മണ്യം, ഭരതനാട്യം നർത്തകിയായിട്ടുള്ള പത്മ സുബ്രഹ്മണ്യം. പിന്നെ ബാലി എന്ന് പറയുമ്പോൾ വൈജയന്തി മാല ബാലി. വൈജയന്തി മാല ബാലി അവരും എന്ത് തന്നെയാണ്? നർത്തകി തന്നെയാണ്. അതേപോലെ തന്നെ നടിയും പാർലമെന്റ് അംഗവും ഒക്കെയാണ്. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞത് ഈശ്വർ എന്നതിൽ നിന്നും ബിന്ദേശ്വർ പഥക്. അവര് സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട മേഖലയാണ് ബിന്ദേശ്വർ പഥക് എന്നുള്ളത്. അവസാനം പറഞ്ഞത് വെങ്കയ്യ നായിഡു. അപ്പൊ നമുക്ക് വെങ്കയ്യ നായിഡു മാത്രമേ ഈ പേരിൽ നിന്നും കുറച്ചൊന്ന് മാറിയിട്ടുള്ളൂ. അതും നമുക്ക് പരിചിതമായ പേരാണ്. അപ്പൊ പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ തന്നെത്താനൊന്ന് ഓർത്തു നോക്കി. 2024 അതേപോലെ 2023 പത്മവിഭൂഷൺ ആണ് പത്മ അവാർഡുകളിൽ ഏറ്റവും മുതിർന്നത്. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നമാണ്. അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കും. അപ്പൊ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഭാരതരത്ന, പിന്നെ പത്മവിഭൂഷൺ, പിന്നെ പത്മഭൂഷൺ, വി ഇല്ല, വെറും പത്മഭൂഷൺ, പിന്നെ പത്മശ്രീ. അതിലിപ്പോൾ നമ്മൾ പഠിച്ചത് പത്മവിഭൂഷൺ ആണ്. പത്മവിഭൂഷൺ എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണരാമൻ സിനിമയിൽ നിന്നാണ് ആരംഭിച്ചത് അല്ലെ. ദിലീപ് മഹൽനോബിസ്, പിന്നെ ദോഷം നിന്നും ബാലകൃഷ്ണ ദോഷി, പിന്നെ മുലായം സിംഗ് യാദവ്, സക്കീർ ഹുസൈന്, പിന്നെ അതിനുശേഷം SM കൃഷ്ണന്റെ വരം എന്നതിൽ നിന്നും SM കൃഷ്ണയും ശ്രീനിവാസ വരദനും അല്ലെ. അവിടം വരെ നമ്മൾ എത്തിച്ചേർന്നു. അപ്പൊ കൃഷ്ണന്റെ വരത്തിൽ എത്തിച്ചേർന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം ദൈവങ്ങളുടെ പേരാണ്. ശിവൻ വരുന്നു, സുബ്രഹ്മണ്യൻ വരുന്നു, ഈശ്വരൻ വരുന്നു, ബാലി വരുന്നു, പിന്നെ എക്സ്ട്രാ ഒരു വെങ്കയ്യ നായിഡും കൂടി വരുന്നു. ഓക്കെ അല്ലേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് പത്മവിഭൂഷൺ ആണ് പറഞ്ഞത്. ഇനി പത്മഭൂഷൺ 2023 നമ്മുടെ
മലയാളികളായിട്ടുള്ള ആർക്കും ലഭിച്ചിട്ടില്ല എന്നല്ല, മലയാളികളായിട്ടുള്ള ആർക്കും തന്നെ പത്മഭൂഷൺ കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ഫാത്തിമ ബീവി, പിന്നെ അതേപോലെ ഒ രാജഗോപാലൻ. അതിൽ ഫാത്തിമ ബീവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ടല്ലോ. PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ് ഫാത്തിമ ബീവിനെ കുറിച്ചിട്ട്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരെന്ന് ചോദിക്കാറുണ്ടല്ലേ സ്ഥിരം. അത് മാത്രമല്ല ഇപ്പൊ ഫാത്തിമ ബീവി ഇപ്പൊ അടുത്താണ് മരണമടഞ്ഞത്. പിന്നെ ഇപ്പൊ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുകളിൽ നിന്ന് വരാം. ആദ്യത്തേതെന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണല്ലേ. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ആര്? ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അപ്പൊ സുപ്രീം കോടതി കഴിഞ്ഞു. ഇനി അടുത്തത് ഹൈക്കോടതിയിലേക്ക് വരികയാണെങ്കിൽ ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ്. ഹൈക്കോടതിയിലെ ആദ്യത്തെ ഒരു മുസ്ലിം വനിതാ ജഡ്ജി ആകുന്നത് ആരാണ്? അത് ഫാത്തിമ ബീവിയാണ്. ഇനി അതിനുശേഷം ജില്ലാ കോടതിയിലേക്ക് വരുമ്പോഴും ജില്ലാ ജഡ്ജിയാകുന്ന ആദ്യത്തെ മുസ്ലിം വനിതയാണ്. ജില്ലാ ജഡ്ജിയാകുന്ന ആദ്യത്തെ മുസ്ലിം വനിതയാണ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മുൻസിഫ് മജിസ്ട്രേറ്റ് ആകുന്ന ആദ്യത്തെ മുസ്ലിം വനിത തന്നെയാണ് ഫാത്തിമ ബീവി. ഇനി തിരുവിതാംകൂറിൽ നിന്നും നിയമബിരുദം നേടിയ ആദ്യത്തെ മുസ്ലിം വനിതയാണ്. തിരുവിതാംകൂറിൽ നിന്നും നിയമബിരുദം നേടിയ ആദ്യത്തെ മുസ്ലിം വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഫാത്തിമ ബീവിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കി, മുകളിൽ നിന്ന് താഴേക്ക് പോരൂ. ആദ്യം പറഞ്ഞത് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ ബീവിയാണ്. ഇനി ഇന്ത്യയിലെ ഹൈക്കോടതിയിൽ ആദ്യമായിട്ട് ജഡ്ജി ആകുന്ന ഒരു മുസ്ലിം വനിത, ഹൈക്കോടതി ജഡ്ജി ആകുന്ന ആദ്യത്തെ മുസ്ലിം വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഫാത്തിമ ബീവിയാണ്. അതേപോലെ തന്നെ ജില്ലാ കോടതിയിൽ ജഡ്ജി ആകുന്ന ആദ്യത്തെ മുസ്ലിം വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഫാത്തിമ ബീവിയാണ്. അതേപോലെ തന്നെ മുൻസിഫ് മജിസ്ട്രേറ്റ് ആകുന്ന ആദ്യത്തെ മുസ്ലിം വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഫാത്തിമ ബീവിയാണ്. ഇനി തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ തിരുവിതാംകൂറിൽ നിന്നും നിയമബിരുദം നേടിയ ആദ്യത്തെ മുസ്ലിം വനിത, ആദ്യത്തെ മുസ്ലിം വനിതയും ആര് തന്നെയാണ്? ഫാത്തിമ ബീവിയാണ്. അപ്പൊ സുപ്രീം കോടതിയുടെ കാര്യം പറയുമ്പോൾ മാത്രം നമ്മൾ മുസ്ലിം വനിത എന്ന് പറയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ വനിത സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ആരാണ്? ഫാത്തിമ ബീവിയാണ്. പിന്നെ ഹൈക്കോടതിയുടെ കേസിലും താഴേക്ക് വരുമ്പോൾ ആദ്യത്തെ മുസ്ലിം വനിത ആര് എന്ന് ചോദിക്കുമ്പോഴാണ് ഫാത്തിമ ബീവി ആൻസർ ആയി വരുന്നത്. ഫാത്തിമ ബീവിയെ കൂടാതെ പിന്നെ ഒ രാജഗോപാലിനും കൂടി പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 2 മലയാളികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഫാത്തിമ ബീവിയും പിന്നെ ഒന്ന് ഒ രാജഗോപാലുമാണ്. ഒ രാജഗോപാലിനെ കുറിച്ച് ഒരുപാടൊന്നും പഠിക്കാനില്ല. നമുക്ക് മുൻ കേന്ദ്രമന്ത്രിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MLA ആണ്. കേരളത്തിലെ ആദ്യത്തെ BJP MLA ആണ് ഒ രാജഗോപാൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വളരെയധികം പരിചയമായ ഒരാൾക്കും കൂടി ലഭിച്ചിട്ടുണ്ട്. ആരാന്നറിയോ? ഉഷാ ഉദുപ്പിനെ എല്ലാവർക്കും അറിയാലോ. ഉഷാ ഉദുപ്പ് യഥാർത്ഥത്തിൽ അവര് മലയാളിയല്ല, അവർ ശരിക്കും തമിഴ്നാടാണ് സ്വദേശമെങ്കിലും ഇപ്പൊ പശ്ചിമ ബംഗാളിൽ അങ്ങാണ്ടെന്ന് തോന്നുന്നു താമസിക്കുന്നത്. അപ്പൊ ഉഷാ ഉദുപ്പിനും ലഭിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത നമുക്ക് മെയിൻ ആയിട്ട് പത്മശ്രീ പഠിക്കണം. പത്മശ്രീ നമുക്ക് കഴിഞ്ഞ തവണ 4 പേർക്കാണ് പത്മശ്രീ ലഭിച്ചതെങ്കിൽ ഇത്തവണ 6 പേർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 4 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. ഇത്തവണ 6 പേർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് പഠിക്കണം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് പത്മവിഭൂഷണാണ്. പത്മവിഭൂഷൺ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ കല്യാണരാമൻ സിനിമ ഓർമ്മ വരണം. അപ്പൊ നമുക്ക് 2023 കിട്ടും, 2024 കിട്ടും. പിന്നെ പത്മഭൂഷൺ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പത്മഭൂഷൺ കഴിഞ്ഞ തവണ ആർക്കും മലയാളികൾക്ക് ലഭിച്ചിട്ടില്ല. ഇത്തവണ 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഫാത്തിമ ബീവിയും മറ്റൊന്ന് ഒ രാജഗോപാലുമാണ്. അത് രണ്ടും പഠിച്ചിരിക്കണം. കഴിഞ്ഞ തവണ പത്മശ്രീ 4 മലയാളികൾക്കാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ 6 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും മലയാളികൾക്ക് ലഭിച്ചത് പഠിച്ചിരിക്കണം. ബാക്കിയുള്ളവരെ പഠിച്ചില്ലെങ്കിലും ബാക്കി ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ മലയാളികൾക്ക് പഠിച്ചവരെ പേര് നിർബന്ധമായും പഠിച്ചിരിക്കണം. കഴിഞ്ഞ തവണ 4 മലയാളികളും ഇത്തവണ 6 മലയാളികൾക്കുമാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. 6 പേർക്ക് ലഭിച്ചെങ്കിലും അത് വളരെ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാതും നാരായണന്മാരാണ്. സത്യനാരായണൻ, മുനിനാരായണൻ, EP നാരായണൻ, സത്യനാരായണൻ, മുനിനാരായണൻ, EP നാരായണൻ, സത്യനാരായണ ബലേരി, മുനിനാരായണ പ്രസാദ്, EP നാരായണൻ. ആ പേരുകൾ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. സത്യനാരായണൻ, മുനിനാരായണൻ, EP നാരായണൻ. ആരൊക്കെയാണ്? സത്യനാരായണൻ, മുനിനാരായണൻ, EP നാരായണൻ. ഈ സത്യനാരായണ ബലേരി എന്നുള്ളതാണ് മുഴുവൻ നാമം. അപ്പൊ സത്യനാരായണ ബലേരിയിൽ അതിൽ തന്നെ ഒരു അരി കിടക്കുന്നുണ്ട് ഇല്ലേ? ബലേരി എന്ന് പറയുമ്പോൾ ഒരു അരി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കാസർഗോഡുള്ള ഒരു നെല്ല് കർഷകനാണ് സത്യനാരായണ ബലേരി എന്ന് പറയുന്നത്.
ഇനി മുനിനാരായണ പ്രസാദ്, സത്യനാരായണൻ കഴിഞ്ഞാൽ പിന്നെ മുനിനാരായണനാണ് അല്ലെ. മുനിനാരായണ പ്രസാദ്, മുനിനാരായണ പ്രസാദ്, ആ മുനി എന്ന വാക്കിൽ തന്നെ നമുക്ക് കിട്ടും. അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനാണ്, ഒരു ആധ്യാത്മിക ആചാര്യനാണ്, ഒരു ആചാര്യനാണ് ആര്, മുനിനാരായണ പ്രസാദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മായനം എന്ന് പറഞ്ഞുള്ള ഒരു ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആത്മയാനം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആത്മയാനം എന്ന് പറഞ്ഞ ആത്മകഥയ്ക്ക് അപ്പൊ ചോദിക്കും ആത്മയാനം ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആത്മയാനം എന്ന് പറഞ്ഞ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആത്മയാനം, ആ പേരൊന്ന് നോട്ട് ചെയ്യണേ. അടുത്തത് നമ്മ പറഞ്ഞത് EP നാരായണൻ അല്ലെ. EP നാരായണൻ, സത്യനാരായണൻ, മുനിനാരായണൻ, EP നാരായണൻ. EP നാരായണൻ എന്ന് പറയുന്നത് തെയ്യം കലാകാരനാണ്. നമ്മുടെ കളിയാട്ടം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് EP നാരായണൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു തെയ്യം കലാകാരന് ഇത്തരത്തിൽ പത്മശ്രീ ലഭിക്കുന്നത്. അതുകൊണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ്. EP നാരായണൻ, 3 പേരുകൾ കിട്ടിയോ, സത്യനാരായണൻ, മുനിനാരായണൻ, EP നാരായണൻ. സത്യനാരായണ ബലേരി എന്നാണ് മുഴുവൻ നാമം. അപ്പൊ ബലേരി എന്നതിൽ നിന്നും അരി ഉണ്ട് അല്ലെ. അപ്പൊ നെല്ല് കർഷകനാണ്, കാസർഗോഡുള്ള നെല്ല് കർഷകനാണ് സത്യനാരായണ ബലേരി എന്ന് പറയുന്നത്. മുനിനാരായണ പ്രസാദ് എന്ന് പറയുമ്പോൾ അതിൽ മുനി ഉണ്ടല്ലോ, അപ്പൊ അതിൽ തന്നെ കിട്ടും അദ്ദേഹം ഒരു ആചാര്യനാണ് അല്ലെ, ഒരു ആധ്യാത്മിക ആചാര്യനാണ് മുനിനാരായണ പ്രസാദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മയാനം എന്ന് പറഞ്ഞ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്തത് EP നാരായണൻ. EP നാരായണൻ എന്ന് പറഞ്ഞത് ആരാണ്, തെയ്യം കലാകാരനാണ്. ആദ്യമായിട്ടാണ് ഒരു തെയ്യം കലാകാരന് പത്മശ്രീ ലഭിക്കുന്നത്, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളതൊന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയാണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി. അവരെ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും അല്ലെ, കാരണം ഇപ്പൊ അടുത്ത് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെയധികം വിവാദമായിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ആർത്തവ സമയത്ത് സ്ത്രീകൾ ചെടികളെ തൊട്ട് കഴിഞ്ഞാൽ ചെടി ഉണങ്ങി പോകുന്നുള്ളത് എന്തോ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണെന്നൊക്കെ അവർ പറഞ്ഞിട്ട് വളരെയധികം അല്ലെ ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരെ ഒരുവിധം പരിചയമായിരിക്കും എല്ലാവർക്കും. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയാണ് മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുന്നു. അടുത്തത് 2 പേരും കൂടി ഉള്ളൂ. ഇപ്പൊ നമ്മൾ 4 പേരും ഓൾറെഡി പഠിച്ചു. സത്യനാരായണൻ, മുനിനാരായണൻ, EP നാരായണൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി പഠിച്ചില്ലേ. അടുത്ത 2 ആളെന്ന് പറയുന്നത് ഒന്ന് സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ്. സദനം ബാലകൃഷ്ണനും പിന്നെ ഒന്ന് ചിത്രൻ നമ്പൂതിരിപ്പാടും. സദനൻ ബാലകൃഷ്ണൻ, ചിത്രൻ നമ്പൂതിരിപ്പാട്. സദനൻ ബാലകൃഷ്ണൻ ആരാണ്, കഥകളി ആചാര്യനാണ്. ചിത്രൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ് ചിത്രൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മരണാനന്തരമാണ് ലഭിച്ചത്. അപ്പൊ ഇത്തവണ പത്മശ്രീ ലഭിച്ച മലയാളികൾ ഇനി മറന്നുപോകും. ആരൊക്കെയാണ്, സത്യനാരായണൻ, മുനിനാരായണൻ, EP നാരായണൻ, പിന്നെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി, സദനൻ ബാലകൃഷ്ണനും ചിത്രൻ നമ്പൂതിരിപ്പാടും. അതിൽ സദനൻ ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണെന്നും ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനും അതേപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകനൊക്കെയാണ്. പിന്നെ EP നാരായണനാണ് സംശയം വരാ, തെയ്യം കലാകാരനാണ് EP നാരായണൻ എന്ന് പറയുന്നത്. ഇനി 2023 പത്മശ്രീ ലഭിച്ചവർ, 2023 പത്മശ്രീ ലഭിച്ചത് 4 പേർക്കാണ്. അവർ 4 പേരും പേരൊന്ന് പഠിച്ചു വെക്കണം. ഒന്ന് VV അപ്പുക്കുട്ടൻ പൊതുവാൾ, ഒരു വാളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അദ്ദേഹം ഒരു വാളുണ്ടെന്നേ ഉള്ളൂ. അദ്ദേഹം ഒരു ഗാന്ധിയനും അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് ഓർക്കാൻ സാധിക്കും. അപ്പൊ എന്താണ്, അപ്പുക്കുട്ടൻ പൊതുവാൾ എന്ന് പറയുന്നത് ഒരു ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ്. VV അപ്പുക്കുട്ടൻ പൊതുവാൾ. CA ഐസക് ഏതുമായി ബന്ധപ്പെട്ടതാണ്, സാഹിത്യവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് CA ഐസക്. അടുത്തത് ചെറുവയൽ രാമൻ, ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. ചെറുവയൽ രാമൻ കാർഷികവുമായി ബന്ധപ്പെട്ടതാണ്. പരമ്പരാഗത നെല്ല് വിത്ത് സംരക്ഷകനാണ്. വയനാട് ജില്ലയിലാണ് അദ്ദേഹം ഉള്ളത്. ആരാണ്, പരമ്പരാഗത നെല്ല് വിത്ത് സംരക്ഷകനാണ് ചെറുവയൽ രാമൻ. പിന്നെ SRD പ്രസാദ് എന്ന് പറയുന്നത് കളരിപ്പയറ്റാണ്, കായികം കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് SRD പ്രസാദ് എന്ന് പറഞ്ഞ. അപ്പൊ ആ 4 പേരും കൂടി, ആ 4 പേരാണ് പിന്നെയും നമുക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. VV അപ്പുക്കുട്ടൻ പൊതുവാൾ അല്ലെ. VV അപ്പുക്കുട്ടൻ പൊതുവാൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഗാന്ധിയന്റെ പോലെ തോന്നൂലേ. അദ്ദേഹം ഗാന്ധിയനും അതേപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ്. CA ഐസക് എന്നുള്ളത് സാഹിത്യവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ചെറുവയൽ രാമൻ എന്നുള്ളത് പരമ്പരാഗത നെല്ല് വിത്ത് സംരക്ഷകനാണ്, കാർഷികവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. SRD പ്രസാദ് എന്ന് പറഞ്ഞത് കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. കിട്ടിയില്ലേ. നമുക്ക് അടുത്തത് പത്മ പുരസ്കാരങ്ങൾ കഴിഞ്ഞില്ല, നമുക്ക് അടുത്തതിലേക്ക് പോകാം.
അടുത്തത് നമ്മൾ ഭാരതരത്നാണ് പറയാൻ പോകുന്നത്. ഭാരതരത്നം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഏതെന്ന് ചോദിച്ചു ഞാൻ ഭാരതരത്നമാണ്. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഭാരതരത്നമാണ്. ഭാരതരത്നത്തിന് തൊട്ട് താഴെയാണ് പത്മവിഭൂഷൺ, അതിന് താഴെയാണ് പത്മഭൂഷൺ, അതിന് താഴെയാണ് പത്മശ്രീ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാരതരത്നം പറയുന്നതിന് മുമ്പ് ഞാൻ 2 പോയിന്റ് നേരത്തെ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സത്യനാരായണ ബലേരിയെ കുറിച്ച് പറഞ്ഞില്ലേ, എന്താണ് പറഞ്ഞത്, പത്മശ്രീ ലഭിച്ച മലയാളിയാണ് അല്ലെ സത്യനാരായണൻ ബലേരി. സത്യനാരായണൻ, മുനിനാരായണൻ, ഇ.പി. നാരായണൻ എന്ന് പറഞ്ഞില്ലേ, അതിന് സത്യനാരായണൻ ബലേരി. അദ്ദേഹം ആരാണ്? കാസർഗോഡുള്ള നെല്ല് കർഷകനാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ സാധാരണ നെൽപ്പാടങ്ങളിലാണ് അല്ലെ നെൽകൃഷി ഇറക്കുക. പക്ഷെ അദ്ദേഹം ചെറിയ ഗ്ലാസുകളിൽ നെൽവിത്ത് മുളപ്പിച്ച് ഗ്രോ ബാഗുകളിൽ നെൽകൃഷി ചെയ്ത ഒരു വ്യക്തിയാണ് ഈ സത്യനാരായണ ബലേരി എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം. സാധാരണ നമ്മൾ നെൽപ്പാടങ്ങളിലാണ് നെൽകൃഷി ചെയ്യുക, പക്ഷെ ഇദ്ദേഹം എന്താണ്, ചെറിയ ഗ്ലാസുകളിൽ നെൽവിത്തുകൾ മുളപ്പിച്ച് അതേപോലെ തന്നെ ഗ്രോ ബാഗുകളിൽ നെൽകൃഷി ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരുപാട് പരമ്പരാഗത വിത്തിനങ്ങളെ ഇദ്ദേഹം സംരക്ഷിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പല കാര്യങ്ങളും പ്രധാനപ്പെട്ടത് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അത് ഫാത്തിമ ബീവിക്ക് 2023 നമ്മൾ കേരളപ്രഭ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, 2023 അപ്പൊ 2023 കേരള പ്രഭ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. 2024 അവർക്ക് പത്മഭൂഷൺ ലഭിച്ചത് അല്ലെ. പത്മഭൂഷൺ ലഭിച്ച 2 പേരെ മലയാളികളുള്ളൂ. ഒന്ന് ഫാത്തിമ ബീവിയും പിന്നെ ഒ രാജഗോപാലുമാണ്. അപ്പൊ ഫാത്തിമ ബീവിക്ക് 2024 പത്മഭൂഷൺ ലഭിച്ചു. അതിനു മുമ്പ് 2023 കേരളപ്രഭ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭാരതരത്നത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ഭാരതരത്നവും 2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 പേർക്കാണ് പ്രഖ്യാപിച്ചത്. 5 പേരും നമുക്ക് സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന പേരുകളാണ്. അതിൽ ഒരാൾ മാത്രമേ നമുക്ക് പിന്നെയും അത്ര കേൾക്കാത്ത ഒരു പേരുള്ളൂ. ബാക്കി എല്ലാവരും നമുക്ക് വളരെ പരിചയമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ 5 പേർക്കാണ് 2024 ഇപ്പോൾ ഭാരതരത്നം നൽകിയിട്ടുള്ളത്. ഇനി ഇതിന് തൊട്ട് മുമ്പത്തെ വർഷം എന്ന് പറഞ്ഞാൽ 2023 നൽകിയിട്ടില്ല. അതിന് തൊട്ട് മുമ്പ് 2019 നൽകിയിട്ടുള്ളത്. 2019 3 പേർക്കുമാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ 2023 നൽകാത്തത് കൊണ്ട് നമ്മൾ 2019 ഒന്ന് നോക്കി വെക്കണം. അപ്പൊ എന്താണ് പറഞ്ഞത്, 2024 5 പേർക്ക് ഭാരതരത്നം നൽകി. അതിനു മുമ്പ് 2019 നൽകിയത്. 2019 3 പേർക്കാണ് നൽകിയത്. നമുക്കപ്പോ ആദ്യം 2024 ഭാരതരത്ന പുരസ്കാരം കിട്ടിയവരൊന്ന് നോക്കാം. 2024 ഭാരതരത്നം പുരസ്കാരം കിട്ടിയ 2 പ്രധാനമന്ത്രിമാരുണ്ട്. ഒന്നാമത്തത് നരസിംഹറാവു. ഇപ്പൊ നരസിംഹറാവു എന്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല പരിചയമായിട്ടുണ്ടാവും അല്ലെ. നരസിംഹറാവു നമ്മൾ ഒരു കോഡ് ക്ലാസ്സിൽ 1991 വർഷങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നരസിംഹാവതാരത്തിൽ വന്ന പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പുത്തൻ സാമ്പത്തിക നയവും അതുപോലെ തന്നെ സാമ്പത്തിക ഉദാരവൽക്കരണവും കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ രക്ഷിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡ് ക്ലാസ്സിൽ. അപ്പൊ അവരെ പരിചയം ഉണ്ടാവുമല്ലോ, PV നരസിംഹറാവുവിന് ഇത്തവണ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. പിന്നെ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ചൗധരി ചരൺ സിംഗ് ആണ്. ചൗധരി ചരൺ സിംഗ് എന്ന് പറയുന്നതും വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. എന്നാണ് ഡിസംബർ 23 നമ്മൾ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ചൗധരി ചരൺ സിംഗിന്റെ നമ്മൾ ജന്മദിനമാണ്. കാരണം അദ്ദേഹം കാർഷികർക്ക്, കൃഷിക്കാർക്ക് അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയാണ് ചൗധരി ചരൺ സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. ഡിസംബർ 23 ദേശീയ കർഷക ദിനം അല്ലേ. ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, ഇപ്പൊ നെല്ലാണെങ്കിലും ഗോതമ്പാണെങ്കിലും വാങ്ങാൻ ആര് വേണം? ഉപഭോക്താക്കൾ വേണം അല്ലെ. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾ വേണ്ടേ. അപ്പൊ 23 കർഷക ദിനവും അതിന് തൊട്ടടുത്ത ദിവസം ഡിസംബർ 24 എന്ന് പറയുന്നത് ദേശീയ ഉപഭോക്തൃ ദിനവുമാണ്. അപ്പൊ രണ്ടും നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോ പറഞ്ഞപ്പോ ജസ്റ്റ് പറഞ്ഞതാണ്. ഡിസംബർ 23 എന്ന് പറയുന്നത് ദേശീയ കർഷക ദിനമാണ്. അപ്പൊ ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങിക്കാൻ പിറ്റേ ദിവസം ഉപഭോക്താക്കൾ വരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമാണെന്നും കൂടി നമുക്ക് ഓർത്തിരിക്കാം. ഇനി
മാർച്ച് 15 ഉണ്ട്. മാർച്ച് 15 എന്ന് പറയുന്നത് ലോക ഉപഭോക്തൃ ദിനമാണ്. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ ദേശീയ എന്ന് പറയുന്നത് ദേശീയ കർഷക ദിനം എന്ന് പറയുന്നത് ഡിസംബർ 23 തൊട്ടടുത്ത ദിവസം തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടി ഉപഭോക്താക്കൾ വന്നു. അപ്പൊ ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമാണെന്നും കൂടി നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ അത്? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ചൗധരി ചരൺ സിംഗിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഭാരതരത്ന പുരസ്കാരം ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ നമുക്കറിയാലോ. MS സ്വാമിനാഥൻ എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MS സ്വാമിനാഥൻ. അപ്പൊ ചൗധരി ചരൺ സിംഗ് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞുള്ളൂ, കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ പ്രധാനമന്ത്രിയാണെന്നല്ലേ. തൊട്ടടുത്ത് നമ്മൾ പറയാം MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനും എന്ത് തന്നെയാണ്? നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. കൃഷിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത് MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. പിന്നെ ഒരാളെന്ന് പറയുന്നത് LK അദ്വാനിയാണ്. LK അദ്വാനി, ബാക്കിയുള്ളവരൊക്കെ മരിച്ചവരാണല്ലേ. LK അദ്വാനി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ LK അദ്വാനിക്കും നൽകിയിട്ടുണ്ട്. പിന്നെ ഒരാൾ നമുക്ക് അറിയാത്ത ഒരാളുണ്ട്, അത് കർപ്പൂരി താക്കൂർ ആണ്. ആരാണ്? കർപ്പൂരി താക്കൂർ. അത് മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. കർപ്പൂരി താക്കൂർ മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഈ 5 പേര് പഠിച്ചോ. 2 പേര് പ്രധാനമന്ത്രിമാരാണ്. ഒന്ന് PV നരസിംഹറാവുവും പിന്നെ ഒന്ന് ചൗധരി ചരൺ സിംഗും അല്ലെ. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ MS സ്വാമിനാഥനും കൂടി പറയാം. MS സ്വാമിനാഥനും കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും MS സ്വാമിനാഥനാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് LK അദ്വാനി. LK അദ്വാനിക്കാണ്. പിന്നെ അതായത് 50ാമതായിട്ട് ഭാരതരത്നം നൽകിയ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LK അദ്വാനിനെയാണ് പറയാ. അപ്പൊ LK അദ്വാനിക്ക് ഭാരതരത്നം നൽകിയിട്ടുണ്ട്. പിന്നെ കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത് മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 പേർക്കാണ് ഇത്തവണ ഭാരതരത്ന പുരസ്കാരം നൽകിയത്. ഇനി 2019 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവരെയും കൂടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അത് ഒന്ന് പ്രണവ് മുഖർജി നമ്മുടെ ആരാണ്? രാഷ്ട്രപതിയായിരുന്നു അല്ലെ. 13ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ആര്? പ്രണവ് മുഖർജി എന്ന് പറയുന്നത്. അപ്പൊ 2019 പ്രണവ് മുഖർജിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നാനാജി ദേശ്മുഖ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. പിന്നെ ഭൂപൻ ഹസാരിക പാലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഭൂപൻ ഹസാരിക പാലം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദിയായിട്ടുള്ള ലോഹിത് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഒരു പാലമാണ് എന്തെന്ന് പറയുന്നത് ഭൂപൻ ഹസാരിക പാലം. ദോല സാദിയ പാലം എന്നൊക്കെ പറയും. ദോല സാദിയ പാലം അത് ആസാമിലാണ്. അപ്പൊ ആസാമിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെയാണ് ഭൂപൻ ഹസാരിക എന്ന് പറയുന്നത്. അദ്ദേഹം ആസാമിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ പിന്നണി ഗായകനാണ്, ഗാനരചയിതാവാണ്, സംഗീതജ്ഞനാണ്, ഗായകനാണ്, കവിയാണ്, ചലച്ചിത്ര നിർമ്മാതാവും ഒക്കെയാണ്. അപ്പൊ ആർക്കൊക്കെയാണ് 2019 ലഭിച്ചത്? ഒന്ന് പ്രണവ് മുഖർജിക്ക്, നാനാജി ദേശ്മുഖിന്, പിന്നെ ഒന്ന് ഭൂപൻ ഹസാരികയ്ക്ക്. 2024 ലഭിച്ചത് 5 പേർക്കാണ് ലഭിച്ചത്. 2 പ്രധാനമന്ത്രിമാർക്ക് ലഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗിനെ പറയുമ്പോൾ തന്നെ നമുക്ക് MS സ്വാമിനാഥനും കൂടി കിട്ടണം. പിന്നെ ഒന്ന് LK അദ്വാനിയാണ്. പിന്നെ ഒരു പേര് നമുക്ക് അറിയാത്ത കർപ്പൂരി താക്കൂർ ആരാണ്? മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ്. 2019 3 പേർക്കേ ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് പ്രണവ് മുഖർജിയാണ്, പിന്നെ ഒന്ന് നാനാജി ദേശ്മുഖ് ആണ്, പിന്നെ ഒന്ന് ഭൂപൻ ഹസാരികയാണ്. അപ്പൊ ഇത് നിങ്ങൾ നന്നായി പഠിക്കുക. നമ്മൾ ഇന്ന് 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഓസ്കാർ പുരസ്കാരം പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പത്മ അവാർഡുകൾ പറഞ്ഞു, പിന്നെ ഇപ്പൊ നമ്മൾ ഭാരതരത്നം കൂടി പറഞ്ഞു. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരങ്ങളും അതുപോലുള്ള പുരസ്കാരങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത് കോഡ് വെച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അപ്പൊ എങ്കിലും കൂടി നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇങ്ങനെ ക്ലാസ് പറഞ്ഞാൽ മതിയോ, നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാണ്, കോഡ് വെച്ച് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. കോഡ് വെച്ച് പറഞ്ഞാലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇത് കയറും. കാരണം നമ്മൾക്ക് ഈ പല വാക്കുകളും പരിചയമില്ലാത്തതാണ്. അപ്പൊ നമ്മൾക്ക് ഈ വാക്കുകളെ ഒന്ന് പരിചയപ്പെടാൻ, നമ്മുടെ മെമ്മറിക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് നമ്മൾ ഈ കോഡ് വെക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ പഠിക്കുന്നത് ഒരു 5ഓ 6ഓ തവണ പഠിച്ചാലേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ഒരൊറ്റ തവണ പഠിച്ചാൽ മതി, നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് ഒരു തവണയെങ്കിലും നിർബന്ധമായും റിവിഷൻ ചെയ്യണം. അല്ലാതെ ഇപ്പൊ പഠിച്ച് ബുക്ക് അടച്ചു വെച്ചിട്ട് നിങ്ങൾ ഒന്നും നോക്കാതെ എക്സാമിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അത് മറന്നുപോകും. നിങ്ങൾ ഒരു തവണ കൂടി ഒന്ന് റിവിഷൻ ചെയ്യണം. അതുപോലെ തന്നെ എക്സാമിന് പോണേക്കാൾ മുമ്പ് ജസ്റ്റ് ഒന്നും കൂടി എടുത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും എക്സാമിന് കിട്ടും. ആ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മ വരും. അപ്പൊ ഇത് കുറച്ച് സിമ്പിൾ ആക്കും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുന്നേ ഉള്ളൂ. അല്ലാതെ കോഡ് വെച്ച് പഠിച്ചാൽ നിങ്ങൾ ഒരു കാലത്തും മറന്നു പോകില്ല എന്ന് ഒരിക്കലും ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമായി കിട്ടി, മനസ്സിലായി, ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.